ദീപക്, ചൂരൽമലയിൽ കഴിഞ്ഞ ദിവസങ്ങളേതുപോലെയല്ല ഇന്ന് നിയന്ത്രണങ്ങളോട് കൂടിയാണ് തിരച്ചിലുള്ളത്. എല്ലാ സന്നദ്ധ പ്രവർത്തകർക്കും അവിടെ പ്രവേശനമില്ല. 1500 പേർ ആകെ അനുവദിച്ചിരിക്കുന്ന 1500 വോളണ്ടിയേഴ്സിനെയാണ്. ഇന്നിപ്പോൾ ചൂരൽമലയിൽ എന്താണ് കാണുന്നത് ദീപക്? സ്മൃതി, രാവിലെ മുതൽ തന്നെ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ 7ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. അതായത് ഒരാഴ്ച ആവുകയാണ് ഈ അപകടം നടന്നതിന് ശേഷം. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. ഇന്നലെ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഐബോർഡ് പരിശോധന ഉൾപ്പെടെ ഈ മേഖലയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തി. അതിൽ 2 സിഗ്നലുകൾ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെ ഈ ബെയിലി പാലത്തിൻ്റെ താഴെ ഭാഗത്തേക്കുള്ള മേഖലകളിൽ ഇന്ന് പരിശോധന വ്യാപകമാക്കണം എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള പരിശോധനകൾ ആ മേഖലയിൽ നടക്കും. അതേസമയം തന്നെ മറ്റ് മേഖലകൾ കേന്ദ്രീകരിച്ച്, അതായത് ഏതാണ്ട് 6ഓളം സോണുകൾ തിരിച്ച് തന്നെയാണ് ആ പരിശോധനകൾ പ്രധാനമായും പുരോഗമിക്കുന്നത്. പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ LP സ്കൂൾ ഉൾപ്പെടെയുള്ള മേഖലകളിലും ഇന്നും പരിശോധനകൾ നടത്തുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇന്നലെ നിരവധിയായ ആളുകൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ പലരും പല വിധത്തിലുള്ള പരാതികളൊക്കെ ഉന്നയിക്കുന്ന സ്ഥിതിവിശേഷവും രൂപപ്പെട്ടു. അതിന് പിന്നാലെ തന്നെ സർക്കാർ കൃത്യമായി ഇടപെടൽ നടത്തുകയും അവർക്ക് പാസുകൾ നൽകിക്കൊണ്ട് മാത്രം ഈ മേഖലയിലേക്ക്, ചൂരൽമലയിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ചൂരൽമലയിലേക്ക് എത്തുന്ന ആളുകൾക്ക് ആ മേഖലയിൽ ബാരിക്കേഡിൻ്റെ ആ ഒരു മേഖലയിൽ എത്തുമ്പോൾ അവിടെ നിന്ന് പാസും ഒപ്പം തന്നെ ഭക്ഷണവും അവരുടെ കൈവശം കൊടുത്താണ് ഈ മേഖലയിലേക്ക് കടത്തിവിടുന്നത്. അതുകൊണ്ട് എത്ര പേർ ദുരന്തബാധിത മേഖലയിൽ തെരച്ചിലുകൾക്ക് വേണ്ടിയുണ്ട് എന്നുള്ളത് സംബന്ധിച്ചുള്ള കൃത്യമായ കണക്ക് ഇന്നത്തെ ദിവസം ഈ ഔദ്യോഗിക സംവിധാനത്തിൻ്റെ പക്കലുണ്ട് എന്നുള്ളത് കൂടി പറയാനും സാധിക്കും. അതുകൊണ്ട് തന്നെ നിശ്ചിത അളവിൽ എന്നുള്ള തരത്തിൽ തന്നെയാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്. നമുക്കിവിടെ ചൂരൽമലയിലെ ഈ ബെയിലി പാലത്തിന് തൊട്ടടുത്തുള്ള മേഖലയിലെ ദൃശ്യങ്ങളിലേക്ക് കൂടി പോയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ആർമി സംഘം ഉൾപ്പെടെ വിവിധ സേനാ വിഭാഗങ്ങൾ കൈമേയ് മറന്നാണ് ഇത്തരത്തിൽ ഇപ്പോഴും ആ ദൗത്യത്തിൻ്റെ ഭാഗമായി തുടരുന്നത്. ഏതെങ്കിലും തരത്തിൽ ആരെയെങ്കിലും കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള പരിശോധനകൾ തന്നെയാണ് നടക്കുന്നത്. അത്തരത്തിൽ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള ചില ആശങ്കകളുമൊക്കെയായി ബന്ധുക്കൾ ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് എത്തുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ പരപ്പൻപാറ മേഖലയിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്ന ഒരു പുരുഷൻ്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. അത് വളരെ ചെങ്കുത്തായ മേഖലയായതുകൊണ്ട് തന്നെ അവിടെ നിന്നും ആ മൃതദേഹം പുറത്തേക്ക് എടുക്കാൻ വലിയ പ്രയാസമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ എയർലിഫ്റ്റിംഗ് വഴി ആ മൃതദേഹം പുറത്തേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ മൃതദേഹങ്ങൾ തിരഞ്ഞുകൊണ്ട് എത്തിയിരിക്കുന്ന ഏതാണ്ട് 18ഓളം സന്നദ്ധ പ്രവർത്തകർ സൂചിപ്പാറയ്ക്ക് അടുത്തുള്ള പ്രദേശത്ത് കുടുങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. രാത്രിയായതുകൊണ്ട് അവർക്ക് അവിടുന്ന് ആ മേഖലയിൽ നിന്നും മൂവ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ന് രാവിലെ തന്നെ NDRFിൻ്റെയും ഫോറസ്റ്റിൻ്റെയും ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെയും ഒക്കെ ടീം അവിടേക്ക് എത്തി അവർക്ക് ഭക്ഷണ സാധനങ്ങൾ ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ അവരെ തിരിച്ചെത്തിക്കാൻ അവർക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതുവഴി വടേരി സെഷൻ്റെ ഭാഗമായ കാന്തമ്പാറ മേഖലയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. അങ്ങനെ വിപുലമായ രീതിയിൽ രക്ഷാദൗത്യവും ഇപ്പോഴും പുരോഗമിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. അത് ആ സോണുകൾ തിരിച്ചതുകൊണ്ട് തന്നെ കൃത്യമായി എല്ലാ പ്രദേശത്തേക്കും ആളുകളെ, സന്നദ്ധ പ്രവർത്തകരെയും ഒപ്പം തന്നെ വിവിധ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിലുള്ള സംഘങ്ങളെയും അയക്കാനും സാധിച്ചിട്ടുണ്ട്. പക്ഷേ എത്രത്തോളമായിരിക്കും ഇനി ഒരു റിസൾട്ട് എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ലാത്ത സാഹചര്യമുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ആദ്യഘട്ടത്തിൽ നമുക്ക് ഈ മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്ന് നിരവധി മൃതദേഹങ്ങൾ കിട്ടിയെങ്കിലും പിന്നീട് പലതും താഴെത്തട്ടിലേക്ക്, അതായത് ചാലിയാറിലേക്ക് ഒലിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകൾ തന്നെ ഇന്ന് പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ആ മേഖലകളിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കാനുള്ള സാധ്യത എന്നുള്ളത് കൂടിയാണ് വിലയിരുത്തലായി ഒരു ഘട്ടത്തിൽ വരുന്നത്. ഇനി ഈ ഒരു മേഖല നമുക്ക് ഇപ്പോൾ ബെയിലി പാലത്തിൻ്റെ ഒരു വശമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വശത്ത് മണ്ണെടുപ്പ് നടക്കുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഏതാണ്ട് 20 അടി താഴ്ച ഉണ്ടായിരുന്ന പ്രദേശത്ത് ഇപ്പോൾ പക്ഷേ ഏതാണ്ട് 5 അടി മാത്രമാണ് അവിടെയുള്ള ആ മണ്ണും ബെയിലി പാലവും തമ്മിലുള്ള അകലമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് 15 അടിയോളം മണ്ണ് ആ മേഖലയിൽ ഡിപ്പോസിറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ മണ്ണ് ഡിപ്പോസിറ്റ് ചെയ്യപ്പെട്ട ഒരു മേഖലയിൽ അത് പൂർണ്ണമായും കുഴിച്ചെടുത്തുകൊണ്ട് അവിടെ നിന്നും ഇത്തരത്തിൽ താഴെ ഭാഗത്ത് എന്തുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്തുക എന്ന് പറയുന്നത് ശ്രമകരമായ ദൗത്യമാണ്. അതുകൊണ്ട് ആ നിലയിലേക്ക് പോകാനുള്ള സാധ്യത തുച്ഛമാണ്. അതേസമയം തന്നെ കൃത്യമായി ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് മേൽത്തട്ടിലെ മണ്ണ് നീക്കിക്കൊണ്ടുള്ള പരിശോധനകൾ ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്.